ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്റ്റഫ്ഡ് ബണ്ണ് എന്നും പറയാം. പിസ്സ ആണോ എന്ന് ചോദിച്ചാൽ പിസ്സ അല്ല, എന്നാൽ പിസ്സയുടെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സ്നാക്കാണ് ഞാനിന്നിവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇഫ്താർ ടൈമിൽ നമുക്ക് ഇതൊരു പീസ് കഴിച്ചാൽ തന്നെ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സ ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഡ്രൈഡ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ബോൾസ് ആയിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് സെയിം അളവിൽ തന്നെ ഒരു 1.5 ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒരു 1/2 കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള, തൊട്ടാൽ പൊള്ളാത്ത രീതിയിൽ, നല്ല ചൂടുണ്ടാവരുത്, തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള വെള്ളമാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബണ്ണും നന്നായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് നോക്കണം, എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതിലേക്കൊരു നുള്ള ഉപ്പും, പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഉണ്ടല്ലോ പിസ്സയിലേക്കൊക്കെ ചേർക്കുന്നത്, അതൊരു ഏകദേശം 1 ടീസ്പൂൺ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് തിരുമ്മിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനതിന് മുന്നേ ഒരു പിസ്സയുടെ പാനിൽ ഇങ്ങനെ പിസ്സ ബേക്ക് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് പിസ്സ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ച റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് മൈദ ഇതുപോലെ ഒന്ന് അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. മൈദ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഏകദേശം ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസി, ഇപ്പോൾ ഇത് ഏകദേശം ആ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്ന് നന്നായിട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ ബ്രെഡിനൊക്കെ ചെയ്യില്ല, ആ രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരു 5-6 മിനിറ്റ് എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഈ ഒരു ഡോ മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് കുഴച്ചെടുത്ത ശേഷം ഞാനിതൊരു ബൗളിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ, നമ്മുടെ ഒരു ടെമ്പറേച്ചറിനനുസരിച്ചിരിക്കും അത് പൊങ്ങി വരാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, അതിൻ്റെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പൊങ്ങി വന്നതൊക്കെ ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ്ഡ് ബണ്ണാണല്ലോ, അപ്പോൾ അതിനുള്ളിൽ ഫില്ലിങ്ങിനായിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലുള്ളതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വലുതായിട്ടുള്ള 1 എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചെടുത്തതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് പൊരിച്ചെടുത്താലും മതി. അതുപോലെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്, ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഒരു കുഞ്ഞു സവാളയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 1.5 പകുതിയൊക്കെ മതി കേട്ടോ. അതിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്തെടുക്കുന്നത് 1 കപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏകദേശം ഒരു 3/4 കപ്പോളം ചീസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് നമ്മളെ മൊസറില്ല ചീസാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല വലിഞ്ഞിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ഉരുളക്കിഴങ്ങിലൊന്നും ഉപ്പില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു നുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവും നല്ലത്, എന്നാൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമുക്കിതൊരു ബോൾ രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റഫാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ തക്കാളിയുടെ ആ ഒരു പുളിപ്പ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. ആ രീതിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു ബോൾ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാവുണ്ടല്ലോ അതൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ തിന്നായിട്ട് പരത്തൊന്നും വേണ്ട. നല്ല തിന്നായിട്ട് പരത്തിയാൽ നമ്മളിത് സ്റ്റഫ് ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് മസാലയ്ക്ക് വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ടിയിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഈ ഒരു മാവ് ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തിന്നായിട്ട് പരത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേറൊരു ബോളാക്കി എടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കുക. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് പരത്തിയെടുക്കണം. ശ്രദ്ധിച്ചിട്ട് പരത്തിയെടുക്കുക. പിന്നീട് പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തിന്നായിട്ട് പരത്തരുത് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് അത് തിന്നായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വെച്ചിട്ടുള്ള സ്റ്റഫ് ചെയ്ത സംഭവങ്ങളൊക്കെ പുറത്തേക്ക് ചാടും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതും ഒരുപാടൊന്നും പരത്തേണ്ട. നമ്മൾ ഏത് പാനിലാണോ ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഏകദേശ വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഞാനിതൊന്ന് മറിച്ചെടുക്കട്ടെ. ഇനി നമുക്ക് ഇത് ഞാനിപ്പോൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് ടിന്നിൻ്റെ അടിയിലുള്ള ഒരു ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിത് ഓവണിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ല ആ രീതിയിൽ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഓവണിലായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു സെൻറ്റർ ഭാഗമൊക്കെ ഒന്നിങ്ങനെ കൈവച്ചിട്ടൊന്ന് കുഴിച്ചു കൊടുക്കാം. നമ്മൾ പിസ്സക്കൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ചൊന്ന് ഇത് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ്, അതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചേർക്കുന്നത് തന്നെ ചെയ്യണമെന്നില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ഭാഗത്തേക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റഭാഗത്തേക്കൊന്നും ആക്കണ്ട. ഈ ഒരു സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള ചീസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ഞാൻ ഇതിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഞാൻ കുറച്ച് തക്കാളി ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നോമ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ തക്കാളിയുടെ ആ ഒരു പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ചിലർക്ക് അത് പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ള സവാള അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് പിസ്സ എന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചീസും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് മതി. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഞാനിത് വെക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതൊരു ഇതിൽ വെച്ചിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ഞാൻ 20 മിനിറ്റാണ്, കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ബേക്കായി കിട്ടും കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വരുന്നുണ്ടാവും. 20 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് 30 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 20 മിനിറ്റിനുള്ളിൽ തന്നെ അത് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ബേക്കായി ഒന്നുകൂടെ പൊങ്ങി വന്ന് നല്ല പെർഫെക്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റഫ്ഡ് ബണ്ണ് കിട്ടിയിട്ടുണ്ട്. പിസ്സ ടേസ്റ്റിലുള്ളൊരു സ്റ്റഫ്ഡ് ബണ്ണ് എന്ന് പറയാം. അപ്പോൾ അതിന് കറക്റ്റ് പേര് ഇതൊന്നും ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല, നമ്മൾ ഇടുന്ന പേര് തന്നെയാണ് ഇതിനൊക്കെ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിലൊക്കെ ബണ്ണിൻ്റെ പോലെയുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റഫ്ഡ് ബണ്ണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.
അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്